കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു തൻവി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കൊണ്ടെങ്കിൽ അമ്മൂമ്മയെ നോക്കാൻ ആരുമില്ല, എന്നെ കടന്ന് വിളിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ എല്ലാവരും സിന്ധു കൃഷ്ണയ്ക്കെതിരെയാണ് ഒരുപാട് നെഗറ്റീവ് കമൻസുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും പണം ഉണ്ടായിട്ട് ഒരു അമ്മയെ നോക്കാൻ എന്തോ കഴിയാത്തത്, സാധാരണ രീതി എത്ര പേര് ചെയ്യുന്നൊരു കാര്യമാണ്, ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ അകാനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു. ഇതേ കണക്ക് നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല അമ്മൂമ്മയുടെ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഭയങ്കര ദേഷ്യക്കാരിയാണ്, ഞങ്ങളുടെ അടുത്ത് ഒരുപാടുണ്ടെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ ഭയങ്കര ദേഷ്യമുള്ള രീതിയിലൊക്കെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കുറച്ച് അടിയായിട്ട് മാറിയിരിക്കുന്നത്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുണ്ടെങ്കിൽ അമ്മൂമ്മയെ നോക്കാനൊന്നും ഇരിക്കുന്നില്ല, തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഞങ്ങൾ നോക്കുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു അകാനെ പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തൻവി ഉണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലാണ് കുറച്ച് സത്യം കൂടെ വെളിയിൽ വന്നിരിക്കുന്നത്. ഇതിനകത്ത് അമ്മൂമ്മയായിട്ട് സംസാരിക്കുമ്പോൾ അമ്മൂമ്മ പറയുന്നുണ്ട് ഇതേണക്കുണ്ടെങ്കിൽ എനിക്ക് ബാക്കിയുള്ള പിള്ളേരുമായിട്ടൊന്നും ഒരു പ്രശ്നവുമില്ല, ആകപ്പാടെ അവിടെ പ്രശ്നമുള്ളത് സിന്ധു കൃഷ്ണയും അതോടെ തന്നെ അകാനയുമായിട്ടാണ് പ്രശ്നം. അതോടെ തന്നെ അകാനെ ഉണ്ടെങ്കിൽ തന്നെ ബിച്ചെന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ തനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അതോടെ തന്നെ തനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ഡ്രസ്സൊക്കെ തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതോടെ തന്നെ വാടി പോടി എന്നുള്ള രീതിയിലൊക്കെ ഇതേ കണക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലായിരുന്നു അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതേടെ തന്നെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് തൻവിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതേ കണക്ക് യുവർ ഗ്രാൻഡ് മ ഈസ് എ ബിച്ച് എന്നുള്ള രീതിയിലൊക്കെ അകാനെ മെസ്സേജ് അയച്ചതെന്ന് തൻവിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ വീഡിയോ ഇട്ട് കുറച്ച് ദിവസം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അതും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തൻവി. സോ എന്തായിരുന്നാലും ഈ ഓഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കടന്ന് പോകുന്നുണ്ട്. എന്തായിരുന്നാലും ഇങ്ങനത്തെ ഉള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാനുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും മുതിർന്നവർ എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും, നമുക്കറിയാത്തതൊന്നുമല്ല, നമ്മളെ വീട്ടിലും ഉള്ളത് തന്നെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഇതാണൊക്കെ എന്തെങ്കിലും വിളിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറയാൻ അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതത്ര ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മളെ പേരൻസിനെ നോക്കണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും നോക്കണം. എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് കേൾക്കണമെന്നല്ല, എന്നാലും ശരി നമുക്കൊന്നൊരു ഉത്തരവാദിത്തമുണ്ട്. എന്തായിരുന്നാലും അകാനെ ഇങ്ങനെ ചെയ്തത് കറക്റ്റായില്ല.